നമ്മളെല്ലാവരും അറിയുന്നത് പോലെ തന്നെ ഇപ്പോൾ പാലസ്തീൻ മുഴുവനും നശിച്ച് നാരായണത്ത് കല്ലായിട്ട് ഇരിക്കുകയാണ്. ഗാസയിൽ ഒരു കെട്ടിടം പോലും ഇസ്രായേൽ ബോംബിടാത്തതായിട്ട് ഇല്ല. മിക്കവാറും എല്ലാ കെട്ടിടങ്ങളും തകർന്ന് തരിപ്പണമായിട്ട് ഇരിക്കുകയാണ്. പാലസ്തീൻകാർക്ക് താമസിക്കാൻ ഒരിടവും ഇല്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇതുപോലുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഈ സാഹചര്യം മറ്റുള്ള അറബ് രാജ്യങ്ങൾ ഏറ്റെടുത്തിട്ട് പാലസ്തീൻകാരെ സഹായിക്കാത്തത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് പാലസ്തീൻകാർക്ക് ഇസ്രായേലുമായിട്ട് മാത്രമല്ല യുദ്ധം, ചില അറബ് രാജ്യങ്ങളുമായിട്ട് അവർക്ക് പലതരത്തിലുള്ള യുദ്ധങ്ങളും ഉണ്ട്. പ്രത്യേകിച്ചും സദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ അവർ സദാം ഹുസൈൻ്റെ ഭാഗമായിരുന്നു ന്യായീകരിച്ചിരുന്നത്. അതുകൊണ്ട് കുവൈറ്റിലുള്ള പാലസ്തീനികളെയൊക്കെ അവർ ഒഴിവാക്കി. ഇതുപോലെ ജോർദാനിൽ കുറേ പാലസ്തീനികളുണ്ടായിരുന്നു. അവർ ജോർദാനിലെ ഗവൺമെൻറ്റുമായിട്ട് സന്ധിയില്ലാതെ സമരം നടത്തി അവസാനം അവരെ അവിടുന്ന് പുറത്താക്കി. അവരുടെ രാഷ്ട്രീയ നിലപാട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു തീവ്രവാദ സംഘടനയുടെ നിലപാടാണ്. കാരണം ഹമാസാണ് പാലസ്തീനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഹമാസിൻ്റെതായിട്ടുള്ള ചില രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ട്. അത് മറ്റുള്ള അറബ് രാജ്യങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഹമാസ് നോക്കുന്നത് പാലസ്തീനെ ഹമാസ് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സ്വതന്ത്ര സ്റ്റേറ്റായിട്ട് മാറ്റിയെടുത്ത് ഇസ്രായേലിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിന് അറബ് രാജ്യങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ഇങ്ങനെ കൂടെ നിന്നിട്ടും മറ്റുള്ള അറബ് രാജ്യങ്ങളെ അടിക്കൂടെന്ന് പാര വെക്കുന്ന പ്രത്യേക സ്വഭാവം ഇവർക്കുള്ളതുകൊണ്ട് പാലസ്തീൻകാരെ ആരും സഹായിക്കാറില്ല. അത് വലിയൊരു ചോദ്യമാണ്. കാരണം സൗദി അറേബ്യയ്ക്ക് ഒരു ദിവസം ദശലക്ഷം കോടി രൂപയാണ് എണ്ണ സമ്പത്ത് നിന്ന് കിട്ടുന്നത്. ദുബായ്ക്കും കിട്ടുന്നുണ്ട്. പക്ഷേ അവരാരും പാലസ്തീൻകാർക്ക് ഒരു പുതിയൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ, അവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവരുടെ നാട്ടിൽ ഒരു സ്ഥലം അവർ ഒരുക്കി കൊടുക്കുന്നില്ല. കാരണം അവർക്കറിയാം പാലസ്തീനിലുള്ള ആളുകളുടെ രാഷ്ട്രീയ നിലപാട് അവർക്കറിയാം. ഹമാസിൻ്റെ പിന്തുണയുള്ള പാലസ്തീനെക്കുറിച്ച് അവർക്ക് നല്ല ചിത്രമുണ്ട്. അതുകൊണ്ട് അവരാരും പാലസ്തീൻകാരെ സഹായിക്കില്ല. പക്ഷേ മുസ്ലിം ബ്രദർഹുഡിന് സംശയം തോന്നാത്ത രീതിയിൽ, ലോകത്തിൽ മറ്റുള്ള ആളുകൾക്ക് ഒരു സംശയം തോന്നാത്ത രീതിയിൽ അവർ എപ്പോഴും പാലസ്തീൻ്റെ വാദം അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അവരാരും പാലസ്തീനെ സഹായിക്കാൻ തക്കവണ്ണം ഒരു റിസ്ക്കും ഏറ്റെടുക്കില്ല. ഇതാണ് അതിൻ്റെ അകത്തെ യാഥാർത്ഥ്യം. അപ്പോൾ ഒരു ഇരട്ടത്താപ്പ് നയമാണ് അറബ് രാജ്യങ്ങൾക്ക് പാലസ്തീനോട് ഉള്ളത്. കാരണം നാറുന്നവനെ ചുമന്നു കഴിഞ്ഞാൽ ചുമക്കുന്നവന് നാറും എന്നുള്ള ഒരു ആശയം ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറബ് രാജ്യങ്ങൾ പാലസ്തീൻകാരെ സഹായിക്കാത്തത്.